നമസ്കാരം, സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടുവീണു. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂരിൽ കിണറ്റിൽ വീണ ഗൃഹനാഥിയെ രക്ഷിക്കാൻ ഇറങ്ങിയവർ ശ്വാസം കിട്ടാതെ കിണറ്റിൽ കുടുങ്ങി. അവശരായ 3 പേരെയും നാട്ടുകാർ എത്തി പുറത്തെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവരും അപകടനില തരണം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഓർമ്മിപ്പിച്ച് മെയ് ദിനം. വിവിധ തൊഴിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. ഇഞ്ചിക്കുന്ന് കണ്ടംപുള്ളി മോഹനൻ, കുറുമാൽ ചല്ലിയിൽ പ്രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. വാർത്തകൾ വിശദമായി. തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പള്ളിപ്പാടം പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടുവീണു. തലനാരിഴയ്ക്കാണ് വലിയ ദുരന്തം ഒഴിവായത്. വാർഡ് മെമ്പർ MK റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. ഇന്ന് രാവിലെ 9 മണിയോടെയാണ് സംഭവമുണ്ടായത്. മണ്ണെടുപ്പ് നടക്കുന്ന പള്ളിപ്പാടം കുന്നിൽ നിന്നും ആൾ ഉയരത്തിലുള്ള 2 പാറകളാണ് ജനവാസ കേന്ദ്രത്തിലേക്ക് ഉരുണ്ടുവീണത്. കുത്തനെയുള്ള കുന്നിൻ ചെരുവിലൂടെ ഉരുണ്ടുവന്ന പാറകൾ വീടുകൾക്ക് സമീപമുള്ള പറമ്പിലെ റബ്ബർ മരങ്ങളിൽ തട്ടി തടഞ്ഞു നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ ആടിനെ നോക്കിയിരുന്ന പ്രദേശവാസിയായ മുഹമ്മദ് ഞൊടിയിടയിൽ ഓടി മാറിയതിനാൽ ആളപായമുണ്ടായില്ല. ഞാനിവിടെ ഇരിക്കുകയായിരുന്നു, ആടോളാക്കിയിട്ട് ഇവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കല്ലുരുണ്ട് വന്നത്. ഞാനും മല ഇടിഞ്ഞ് വരികയാണെന്ന് വെച്ചിട്ട് പാഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോഴാണ് കല്ല് ഇവിടെ വന്ന് നിന്നത്. അപ്പോഴാണ് ഞാൻ എല്ലാവരെയും അറിയിച്ചത്. അപ്പൊ എല്ലാവരും വന്നു. ഇതിന്റെ മുകളില് മണ്ണെടുക്കണ്ടേ, അവിടുന്ന് ഉരുണ്ട് വന്നത്. പാറകൾ സമീപത്തുള്ള വീടുകൾക്ക് മുകളിലേക്ക് പതിക്കാതിരുന്നതും വലിയ ദുരന്തം ഒഴിവായി. കുന്നിൻ താഴ്വരയിൽ 200ഓളം വീടുകളും 300ഓളം കുട്ടികൾ പഠിക്കുന്ന മദ്രസയുമുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉയർത്തുന്ന മണ്ണെടുപ്പിനെതിരെ വാർഡ് മെമ്പർ റഷീദ് തങ്ങളുടെ നേതൃത്വത്തിൽ മുൻപും പലതവണ പരാതി നൽകിയെങ്കിലും മണ്ണെടുപ്പ് തടയാൻ നടപടിയുണ്ടാകുന്നില്ല എന്നും ആരോപണമുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് ഭീഷണിയായിട്ടുള്ള സാധനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ. അപ്പൊ എന്താ വെച്ചാൽ ഞങ്ങൾ ഇതിന്റെ പേരിൽ ഞങ്ങൾ ഒരുപാട് പരാതികൾ എല്ലാ ഭാഗത്തും കളക്ടർക്കും അതേപോലെ ഞങ്ങൾ വില്ലേജ് എല്ലാ ഭാഗത്തും എല്ലാ പരാതിയായിട്ട് ഞങ്ങൾ പോയിട്ടുള്ളതാണ്. ഭയങ്കര ഭീഷണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വാർഡ് മെമ്പർ എന്ന രീതിയിൽ ഇത് ഇവിടെ നടത്തരുത് എന്ന് പറഞ്ഞ് ശക്തമായി ഞങ്ങൾ പള്ളിപ്പാട് ജനങ്ങളും ഇതിന് സപ്പോർട്ട് വരുന്നവരുടെ പേരിൽ കേസ് എടുത്തിട്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ഇവർ ഈ മണ്ണ് മാഫിയ ഇവിടെ പള്ളിപ്പാടം നടന്നുകൊണ്ടിരിക്കുന്നത്. കോറി അതിന് തൊട്ടപ്പുറത്ത് കോറികൾ ഇവരെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാപ്പകൽ വ്യത്യാസമില്ലാതെ നടക്കുന്ന മണ്ണെടുപ്പ് കാരണം കുട്ടികളുമായി ഭയന്നാണ് വീടുകളിൽ കഴിയുന്നതെന്ന് പ്രദേശവാസികളായ വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങൾക്ക് ഇവിടെ 7 മാസത്തിൽ കൂടുതലായി മണ്ണെടുക്കണ മാഫിയായിട്ട്, അതിന്റെ അപ്പുറത്ത് വലിയൊരു കോറിയും ട്രഷറി ആയിട്ട് നടക്കുന്നുണ്ട്. രാവും പകലും പണി കാരണം കൊണ്ട് വീട്ടിൽ സമാധാനത്തോടു കൂടെ ഉറങ്ങാനും കൂടി പറ്റുന്നില്ല. ഇതിനായിട്ട് ആരെങ്കിലും മുൻഗണന എടുത്തിറങ്ങിയാൽ അവരെ പേരിൽ കേസ് എടുക്കുക, കേസ് നടപടി എടുക്കുക, പിന്നെ അവർ കാശ് മേടിച്ചിട്ട് പിന്നെ അവർ ഒതുങ്ങി നിൽക്കുക. ഇതൊക്കെയാണ് ഇവിടെ നടന്നു പോണത്. ജനങ്ങൾ ഭയങ്കര ഭീതിയിലാണ് ജീവിച്ചു പോണത്. അതിനൊരു പരിഹാരം ഞങ്ങൾക്ക് കിട്ടണം. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് തിരുമിറ്റക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുഹറ, തൊട്ടടുത്ത വാർഡ് മെമ്പർമാരായ PM മുസ്തഫ തങ്ങൾ, PM വാഹിദ് എന്നിവർ സ്ഥലത്തെത്തി മണ്ണെടുപ്പ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ചാലിശ്ശേരി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പള്ളിപ്പാടത്ത് മണ്ണെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് നിരവധി പ്രാവശ്യം ജനങ്ങളുടെ ആശങ്ക ഈ മണ്ണെടുക്കുന്ന ഏജൻസിയോട്, ശിവാലയ ഏജൻസിയോട് ആവശ്യപ്പെടുകയും അവർ ജിയോളജിസ്റ്റ് പറഞ്ഞ മാതൃകയിൽ മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ സമ്മതിക്കുകയും ചെയ്തതാണ്. പക്ഷേ ജിയോളജിസ്റ്റ് പറഞ്ഞ യാതൊരു നടപടികളും അവർ സ്വീകരിക്കാതെ അവർക്ക് തോന്നിയ പോലെ മണ്ണ് കൊണ്ടുപോകുന്ന ഒരാശങ്കയാണ്. അതിലും അപകടകരമായി നിൽക്കുന്ന അവസ്ഥ പോലും പരിഹരിക്കുന്നില്ല എന്ന്. അടുത്തൊരു നടപടി ഇതിൻ്റെ ആരാണോ അധികാരികൾ ഇതിൻ്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്ന അധികാരികൾ വന്ന് ജനങ്ങളുടെ ആശങ്കയും അതുപോലെ തന്നെ പാലങ്ങളും എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു, അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രം ഇനിയുള്ള മുന്നോട്ടുള്ള നടത്തിപ്പുള്ളൂ എന്നാണ് തിരുമിറ്റക്കോട് പഞ്ചായത്തിൻ്റെ എൻ്റെ പ്രസിഡന്റ് നിലയിൽ എൻ്റെ അഭിപ്രായം. ഇത് നാളെ ജിയോളജിസ്റ്റുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നതാണ്. ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടിയാണ് മണ്ണെടുക്കുന്നതെന്ന് ഖനനം നടത്തുന്ന കമ്പനി അധികൃതർ പറയുന്നു. എന്നാൽ മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് മണ്ണെടുക്കുന്നതും മണ്ണ് കൊണ്ടുപോകുന്നതും എന്നാണ് ജനപ്രതിനിധികളും നാട്ടുകാരും പറയുന്നത്. രാത്രിയും പകലും വ്യത്യാസമില്ലാതെ 100 കണക്കിന് ടോറസ് ടിപ്പറുകൾ ഉപയോഗിച്ചാണ് മണ്ണെടുത്തു കൊണ്ടുപോകുന്നത്. തട്ടുതട്ടായി മാത്രമേ മണ്ണെടുക്കാൻ പാടുള്ളൂ എന്നാണ് ചട്ടം. എന്നാൽ കുന്നു തുരന്നാണ് മണ്ണെടുക്കുന്നത്. വലിയ ഉരുളൻ പാറകൾ ഏത് നിമിഷവും താഴേക്ക് പതിക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. പാറയിടുക്കുകളിലൂടെ വെള്ളം പുറത്തേക്കൊഴുകുന്നുണ്ടെന്നും
മഴക്കാലമായാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. 10 ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള വാഹനങ്ങൾ പഞ്ചായത്ത് റോഡിലൂടെ സഞ്ചരിക്കാൻ പാടില്ല എന്നാണ് നിയമം. എന്നാൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഉത്തരവ് ലംഘിച്ച് അമിത ഭാരം കയറ്റിയുള്ള ടോറസ് ലോറികളുടെ ഇടതടവില്ലാത്ത സഞ്ചാരം കൊണ്ട് റോഡും കലുങ്ക് പാലങ്ങളും തകരുകയും കുടിവെള്ള പൈപ്പുകൾ പൊട്ടുകയും ചെയ്യുന്നുണ്ട്. റോഡിൽ കെട്ടിക്കിടക്കുന്ന പൊടിയിൽ തെന്നി ബൈക്കുകൾ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കുപറ്റുന്നതും നിത്യസംഭവമാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. കരിക്കാട് മില്ലിന് സമീപം ഇഞ്ചിക്കുന്ന് കണ്ടംപുള്ളി മോഹനൻ, കുറുമാൻ മൈത്രി നഗറിൽ ചല്ലിയിൽ പ്രജീഷ് എന്നിവരെയാണ് കുന്നംകുളം എക്സൈസ് ഇൻസ്പെക്ടർ P. ഹരീഷിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ പിടികൂടിയത്. ബുധനാഴ്ച രാവിലെ 8 മണിയോടെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ NR രാജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് KL 48F 6162 പൾസർ ബൈക്കിൽ വെച്ച് വിൽപ്പന നടത്തിയിരുന്ന 2.5 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യവുമായി പ്രജീഷിനെ പിടികൂടിയത്. രാവിലെ 11:30യോടെയാണ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PG ശിവശങ്കരനും സംഘവും മോഹനനെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് പോണ്ടിച്ചേരിയിൽ വിൽപ്പന നടത്താൻ അനുമതിയുള്ള 3 ലിറ്റർ അനധികൃത മദ്യവും എക്സൈസ് സംഘം പിടികൂടി. ഡ്രൈ ഡേ പ്രമാണിച്ച് മദ്യവിൽപ്പനശാലകളും ബാറുകളും തുറക്കാത്ത പശ്ചാത്തലത്തിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച മദ്യമാണ് ഇരുവരിൽ നിന്നും പിടികൂടിയത്. കേസ് രജിസ്റ്റർ ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. കോടതിയിൽ ഹാജരാക്കിയ 2 പേരെയും റിമാൻഡ് ചെയ്തു. എക്സൈസ് ഉദ്യോഗസ്ഥരായ AC ജോസഫ്, PB സുനിൽദാസ്, സിദ്ധാർത്ഥൻ, CB സന്തോഷ്, നിവ്യ ജോർജ്, അരുണ എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. വെള്ളാറ്റഞ്ഞൂരിൽ കിണറ്റിൽ വീണ ഗൃഹനാഥയെ രക്ഷിക്കാൻ ഇറങ്ങിയവർ ശ്വാസം കിട്ടാതെ കിണറ്റിൽ കുടുങ്ങി. ഒടുവിൽ നാട്ടുകാരുടെ സഹായത്തോടെ രക്ഷിച്ചു. വെള്ളാറ്റഞ്ഞൂർ സ്വദേശി കുറ്റിക്കാട്ട് സലോമിയാണ് വീട്ടുവളപ്പിലെ കിണറ്റിൽ വീണത്. ഇവരെ രക്ഷിക്കാനായി വെങ്ങിലശ്ശേരി പട്ടിയിൽ ജയനും കറ്റശ്ശേരി പ്രഭാകരനും കിണറ്റിൽ ഇറങ്ങിയെങ്കിലും ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വന്നതോടെ കരയ്ക്ക് കയറി. അതേസമയം സലോമിയുടെ നില ഗുരുതരമാണെന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് താൽക്കാലിക സജ്ജീകരണങ്ങൾ ഒരുക്കി ഇവർ വീണ്ടും കിണറ്റിലേക്ക് ഇറങ്ങി. ശ്വാസം കിട്ടാതെ അവശരായ 3 പേരെയും പിന്നീട് നാട്ടുകാർ എത്തിയാണ് പുറത്തെത്തിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു. 3 പേരും അപകടനില തരണം ചെയ്തു. എരുമപ്പെട്ടി പോലീസ്, കുന്നംകുളം ഫയർഫോഴ്സ് എന്നിവരും സ്ഥലത്തെത്തി. CPIM തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്ത് സാമ്പത്തിക ഇടപാടിൽ ഒരു പിഴവും ഇല്ലെന്നും ബാങ്ക് ഓഫ് ഇന്ത്യ പാൻ നമ്പർ തെറ്റായി രേഖപ്പെടുത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസ് വ്യക്തമാക്കി. AAATC 0400A എന്നതാണ് CPMന്റെ ശരിയായ പാൻ നമ്പർ. ഇത് കേന്ദ്ര കമ്മിറ്റിയുടേതാണ്. അതുതന്നെയാണ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും CPM തൃശൂർ ജില്ലാ കമ്മിറ്റി നൽകിയത്. എന്നാൽ ഇതിൽ T എന്നതിന് പകരം ബാങ്ക് J എന്നാണ് രേഖപ്പെടുത്തിയത്. ഇതാണ് പ്രശ്നമായിരിക്കുന്നത്. ബാങ്കിന്റെ വീഴ്ച കൊണ്ട് പാൻ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു. പാൻ നമ്പർ തെറ്റാണെന്നത് അറിയില്ലായിരുന്നു. 30 വർഷമായുള്ള അക്കൗണ്ടാണിതെന്നും CPMനെ മറച്ചുവെക്കാനൊന്നുമില്ലെന്നും വർഗീസ് വ്യക്തമാക്കി. ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ബാങ്കിൽ നിന്ന് നേരത്തെ പിൻവലിച്ച 1 കോടി രൂപ ബാങ്കിൽ കൊണ്ടുവന്നത്. ഈ പണമാണ് പിടിച്ചെടുത്തതായി ആദായ നികുതി വകുപ്പ് പ്രഖ്യാപിച്ചത്. ആദായ നികുതി വകുപ്പ് നടപടി കേന്ദ്രാധികാരം ഉപയോഗിച്ച് വേട്ടയാടുന്നതിന്റെ ഭാഗമാണെന്നും ഈ നടപടി നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടിയെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം, നിയമാനുസൃതവും ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന CPI പാർട്ടി. ഈ പാർട്ടിയെ കേന്ദ്ര അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് BJP സർക്കാർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ വേട്ടയാടലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും പാർട്ടിക്കെതിരായിട്ടുള്ള പാർട്ടി അക്കൗണ്ട്, ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടികൾ അടക്കമുള്ള നീക്കങ്ങൾ നടത്തുന്നത്. പാർട്ടിയുടെ നിയമവിധേയ ചെലവുകൾക്ക് ഏപ്രിൽ 2-ന് ബാങ്കിൽ നിന്ന് 1 കോടി രൂപ പിൻവലിച്ചിരുന്നു. ഏപ്രിൽ 5-ന് ബാങ്കിൽ പരിശോധനയ്ക്കെത്തിയ ആദായ നികുതി ഉദ്യോഗസ്ഥർ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയെന്ന് വ്യാഖ്യാനിച്ചു. പിന്നാലെ ഇടപാട് മരവിപ്പിക്കുകയും ചെയ്തു. ശേഷം ആദായ നികുതി വകുപ്പ് തൃശൂർ അസിസ്റ്റന്റ് ഡയറക്ടർ CPM ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകി. പിൻവലിച്ച 1 കോടിയുമായി ഹാജരാകാനായിരുന്നു നോട്ടീസ്. ഇതുപ്രകാരമാണ് പണവുമായി ബാങ്കിലെത്തിയതെന്നും MM വർഗീസ് പറഞ്ഞു. ബാങ്കിലേക്ക് ചെല്ലാൻ കേവലമായിട്ട് ചെല്ലൽ മാത്രമല്ല, പിൻവലിച്ച 1 കോടി രൂപ നമ്മുടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന, നമ്മുടെ കൈവശമുണ്ടായിരുന്ന ആ 1 കോടി രൂപയും കൊണ്ടുചെല്ലണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ നിലയിലാണ് ഞങ്ങൾ പോകുന്നത്, ഞാനടക്കം ഓഫീസ് സെക്രട്ടറി. IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർ തൃശ്ശൂർ, അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം, ആവശ്യപ്രകാരം നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പോയത്. അതല്ലാതെ ഏകപക്ഷീയമായിട്ട് പോയതല്ല, മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയതല്ല, പണം അവിടെ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നൊരു താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പോയതല്ല.
അതാണ് പ്രധാനപ്പെട്ട കാര്യം. പാൻ നമ്പർ തെറ്റായി ബന്ധിപ്പിച്ചത് ബാങ്കിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച പറ്റിയെന്ന് കാണിച്ച് ബാങ്ക് ഓഫ് ഇന്ത്യ ചെയർമാൻ പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും CPM തൃശൂർ ജില്ലാ സെക്രട്ടറി വിവരിച്ചു. പാർട്ടിയുടെ അക്കൗണ്ട് സുതാര്യമാണ്, എല്ലാ രേഖകളും ഹാജരാക്കിയിട്ടുണ്ട്. അക്കൗണ്ട് മരവിപ്പിച്ചത് മുകളിൽ നിന്നുള്ള ഇടപെടൽ കൊണ്ടാണെന്നും പിടിച്ചെടുത്ത തുക തിരിച്ചുകിട്ടാൻ നിയമപരമായ ശ്രമം തുടരും. നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പണം ചെലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സിന് അധികാരമില്ല. അനധികൃത ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്ന് ബോധ്യമുണ്ടായിട്ടും പണം ചെലവഴിക്കാതെ ഓഫീസിൽ സൂക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിൽ അനാവശ്യ കോലാഹലം ഉണ്ടാകരുത് എന്ന് കരുതിയാണെന്നും ജില്ലാ സെക്രട്ടറി പറഞ്ഞു. CCTV ന്യൂസ്, കേച്ചേരി. രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന് വില കുറച്ചു. വാണിജ്യ സിലിണ്ടറിന്റെ വില 19 രൂപയാണ് കുറച്ചത്. കഴിഞ്ഞ മാസം 31.50 രൂപ കുറച്ചിരുന്നു. അതേസമയം ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. ഫെബ്രുവരിയിലും മാർച്ചിലുമായി ഗാർഹിക ആവശ്യ സിലിണ്ടറിന്റെ വില 42 രൂപ കൂട്ടിയിരുന്നു. എരുമപ്പെട്ടി പതിയാരം സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിലെ സംയുക്ത തിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ യൗസേപിതാവിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്തിനോസിന്റെയും സംയുക്ത തിരുനാൾ 2 ദിവസങ്ങളിലായാണ് ആഘോഷിച്ചത്. ആദ്യ ദിനത്തിൽ കൂടുതുറക്കൽ ശുശ്രൂഷ, അമ്പ്, വള, കിരീടം വെഞ്ചരിപ്പ്, കുടുംബ കൂട്ടായ്മകളിലേക്ക് എഴുന്നള്ളിപ്പ്, പള്ളിയിൽ സമാപനം, പായസ വിതരണം എന്നിവ നടന്നു. തിരുനാൾ ദിനത്തിൽ നടന്ന ആഘോഷപൂർവമായ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത സാന്ത്വനം ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോയ് മൂക്കൻ കാർമ്മികനായി. തൃശൂർ അതിരൂപത മാനേജിംഗ് ഡയറക്ടർ ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ തിരുനാൾ സന്ദേശം നൽകി. സമാപനത്തിന്റെ ഭാഗമായി വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള തിരുനാൾ പ്രദക്ഷിണം ഭക്തിനിർഭരമായി. ഇടവക വികാരി ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ, കൈക്കാരന്മാരായ ആളൂർ ലേവി, സതീഷ് ചാലിശ്ശേരി, വിൽസൺ അന്തിക്കാട്, ആൻസൺ ചിറയത്ത്, ജനറൽ കൺവീനർ ഡേവിസ് ബാജു മുരിങ്ങത്തേരി, ജോയിന്റ് കൺവീനർമാരായ മനോജ് ചൊവ്വലൂർ, ലിജിൻ ബാബു മുരിങ്ങത്തേരി, പബ്ലിസിറ്റി കൺവീനർ ടോബി മുരിങ്ങത്തേരി, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി റോബിൻ റാഫേൽ അന്തിക്കാട്, ഫിനാൻസ് കൺവീനർ ജോജു അക്കര തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. തൊഴിലിന്റെ മഹത്വവും അവകാശങ്ങളും ഓർമ്മിപ്പിച്ച് ഒരു തൊഴിൽ ദിനം കൂടി. അനുസ്മരണ ദിനം എന്നതിലപ്പുറം ലോകമാകമാനമുള്ള തൊഴിലാളികളുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വെളിച്ചം നൽകുകയും അതുവഴി ലോകത്തെ ഭൂരിപക്ഷം മനുഷ്യരുടെയും ജീവിതത്തിന് ഒരു നിശാബോധം നൽകിയ ദിനം കൂടിയാണ് മെയ് 1. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. തൊഴിൽ സമയം, ആനുകൂല്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയെല്ലാം തൊഴിലാളികൾ പൊരുതി നേടിയതാണ്. നീണ്ടകാലത്തെ പോരാട്ടങ്ങളിലൂടെ പീഡനങ്ങളെ അതിജീവിച്ച് അവകാശങ്ങൾ നേടിയെടുത്തതിന്റെ സ്മരണ. തൊഴിലിന്റെ മഹത്വവും തൊഴിലാളികളുടെ അവകാശങ്ങളും ഉയർത്തിക്കാട്ടിയാണ് ലോകമെങ്ങും മെയ് ദിനം ആചരിക്കുന്നത്. 20 മണിക്കൂർ വരെ ജോലിയും തുച്ഛമായ വേതനവുമുള്ള ദുരിത ജീവിതത്തിൽ നിന്ന് കരകയറാൻ സംഘടിച്ചതിന്റെ ഓർമ്മ പുതുക്കൽ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന അവകാശം ചോരചിന്തി പൊരുതി നേടുകയായിരുന്നു. തൊഴിലാളികളുടെ അവകാശ പോരാട്ടത്തിനിടെ 1886 ചിക്കാഗോയിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണ പുതുക്കൽ കൂടിയാണ് ഓരോ മെയ് ദിനവും. തൊഴിലാളികൾക്ക് മെച്ചപ്പെട്ട വേതനത്തിനായുള്ള മുദ്രാവാക്യം മുഴങ്ങിയ കാലമാണ് 19ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങൾ. 8 മണിക്കൂറിൽ കൂടുതൽ തൊഴിൽ ചെയ്യില്ലെന്ന് തൊഴിലാളികൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 1886 മെയ് 1 അമേരിക്കയിലെ ഫെഡറേഷൻ ഓഫ് ഓർഗനൈസ്ഡ് ട്രേഡ്സ് ആൻഡ് ലേബർ യൂണിയൻ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ ചിക്കാഗോയിൽ 80,000-ലധികം തൊഴിലാളികൾ ഒത്തുകൂടിയത്. അന്ന് പോലീസ് വെടിവയ്പിൽ 4 തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. തൊഴിലാളികളെ 15 മണിക്കൂറോളം ജോലി ചെയ്യിച്ച് ചൂഷണം ചെയ്തിരുന്ന മുതലാളിമാരിൽ നിന്ന് സമരത്തിലൂടെ പിടിച്ചെടുത്ത അവകാശമായി അത് മാറി. ത്യാഗവും സഹനവും ക്ലേശവും നിറഞ്ഞ തൊഴിലാളികളുടെ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും സമർപ്പണത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും ചരിത്രം മെയ് ദിനം ഓർമ്മപ്പെടുത്തുന്നു. മെയ് ദിനം ആഘോഷങ്ങളുടെ മാത്രം ദിനമല്ല, വരാൻ പോകുന്ന ശക്തവും തീവ്രവുമായ സമരങ്ങളിലേക്കുള്ള മുന്നൊരുക്കത്തിന് ഊർജം പകരുന്ന ദിനാചരണം കൂടിയാണ്. ന്യൂസ് ഡെസ്ക്, CCTV. തൊഴിലാളികളെ സംഘടിക്കുവിൻ, സംഘടിച്ച് സംഘടിച്ച് ശക്തരാകുവിൻ. മെയ് 1 തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് വിവിധ തൊഴിലാളി സംഘടനകൾ പൊതുയോഗവും മെയ് ദിന റാലിയും സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. പന്നിത്തടം INTUC ജനറൽ വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ പന്നിത്തടം സെന്ററിൽ നിന്ന് ആരംഭിച്ച റാലി ചിറമനങ്ങാട്, മിച്ചഭൂമി, മരത്തംകോട് പ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് യൂണിയൻ ഓഫീസ് ഇന്ദിരാജി ഭവനിൽ വെച്ച് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് ഷറഫു പന്നിത്തടം അധ്യക്ഷത വഹിച്ചു.
യൂണിയൻ രക്ഷാധികാരി കെ ജയശങ്കർ യോഗം ഉദ്ഘാടനം ചെയ്തു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി അക്ബർ അലി മെയ്ദിന സന്ദേശം നൽകി. യൂണിയൻ ഭാരവാഹികളായ MP സിജോ, സലാം വലിയകത്ത്, PU പ്രകാശ്, VK മോഹനൻ എന്നിവർ സംസാരിച്ചു. സത്യൻ, കൃഷ്ണൻകുട്ടി, റെന്നി, മുകേഷ്, രാധാകൃഷ്ണൻ, PM സുനീഷ്, വേണു എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊഴിൽ മേഖലകളിൽ സംഭവിക്കുന്ന തൊഴിൽ നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ട അടിയന്തര നടപടികൾ അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ കുന്നംകുളം നഗരസഭാ ഓഫീസ് പരിസരത്ത് നിന്ന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ചെങ്കൊടികളുമായി നൂറുകണക്കിന് തൊഴിലാളികൾ അണിനിരന്ന റാലി നഗരം ചുറ്റി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം RV ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു. INLC സംസ്ഥാന സെക്രട്ടറി EA ദിനമണി അധ്യക്ഷനായി. CITU നേതാക്കളായ PM സോമൻ, PG ജയപ്രകാശ്, CG രഘുനാഥ്, KA അസീസ്, CK രവി, MS പ്രേമലത, AITUC മണ്ഡലം പ്രസിഡന്റ് KV ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു. C അംബികേശൻ, TA വേലായുധൻ, രാജി മണികണ്ഠൻ, അഡ്വക്കേറ്റ് KS ബിനോയ്, ഫാദർ ബാബു ജോസഫ്, KA നൌഷാദ്, സേവ്യർ ചൊവ്വന്നൂർ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. INTUC കുന്നംകുളം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ദിരാഭവനിൽ നിന്നും തമ്പോറിന്റെ അകമ്പടിയോടെ ആരംഭിച്ച റാലി നഗരം ചുറ്റി കോൺഗ്രസ് ഓഫീസായ ഇന്ദിരാഭവനിൽ സമാപിച്ചു. കുന്നംകുളം നഗരത്തിലെ വിവിധ പോളുകളിൽ നിന്നുള്ള തൊഴിലാളികൾ റാലിയിൽ അണിനിരന്നു. INTUC റീജിയണൽ പ്രസിഡന്റ് KC ബാബു, DCC സെക്രട്ടറി ബിജോയ് ബാബു, DCC അംഗം K ജയശങ്കർ, കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി KS രാധാകൃഷ്ണൻ, കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് CV ജാക്സൺ എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. തൊഴിലാളി ദിനാചരണത്തോടനുബന്ധിച്ച് കുന്നംകുളത്തെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ജീവനക്കാരുടെ വിവിധ കലാപരിപാടികളും മെയ് ദിനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച ലഘുപ്രഭാഷണങ്ങളും ചർച്ചയും നടന്നു. കുന്നംകുളം അസിസ്റ്റന്റ് ലേബർ ഓഫീസർ VK റഫീഖ്, ചാവക്കാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർ രാജി KM, സ്ഥാപനങ്ങളുടെ മാനേജർമാരായ രാജേഷ്, രാഹുൽ എന്നിവർ പങ്കെടുത്തു. ചടങ്ങിൽ ചുമട്ടുതൊഴിൽ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വായനക്കാരിൽ അത്ഭുതമുണർത്തുന്ന മികച്ച കവിതാ സമാഹാരത്തിന്റെയും ചെറുകഥാ സമാഹാരത്തിന്റെയും രചയിതാവും കടവല്ലൂർ കല്ലുംപുറത്തെ ചുമട്ടുതൊഴിലാളിയുമായ ശിവൻ കടവല്ലൂരിനെ തൊഴിൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു. ഒരു ചുമട്ടുതൊഴിലാളി എന്ന നിലയിൽ തലയിലേറ്റുന്ന ഭാരത്തോടൊപ്പം ജീവിതഭാരം കൂടി പേറുമ്പോഴും ഒഴിവുവേളകൾ എഴുത്തിനും കലാപ്രവർത്തനത്തിനും വേണ്ടി മാറ്റിവെക്കുകയും ആസ്വാദനവൃന്ദത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മികച്ച കലാസൃഷ്ടികൾ രചിക്കുകയും ചെയ്ത ശിവൻ കടവല്ലൂരിനെ ലേബർ ഓഫീസർമാർ പൊന്നാടി അണിയിച്ചാണ് ആദരിച്ചത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. പുന്നയൂർകുളം AEO നാക്കോല റോഡ് നിർമ്മാണ പ്രവൃത്തി നടക്കുന്നതിനാൽ മെയ് 2 മുതൽ വാഹന ഗതാഗതം നിരോധിക്കുന്നതായി അധികൃതർ അറിയിച്ചു. നവീകരണം കഴിയുന്നതോടെ നാട്ടുകാരുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനാണ് അറുതിയാവുന്നത്. 1,12 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരണം നടത്തുന്നത്. മാസങ്ങൾക്ക് മുൻപ് റോഡ് നവീകരണം ആരംഭിച്ചെങ്കിലും മെല്ലെപ്പോക്ക് നയമാണ് സ്വീകരിച്ചിരുന്നത്. ഇതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായിരുന്നു. ഏറെക്കാലമായി പുന്നയൂർകുളം AEO നാക്കോല റോഡ് തകർന്ന് കുണ്ടും കുഴിയുമായി കാൽനടയാത്ര പോലും ദുഷ്കരമായ അവസ്ഥയിലാണ്. നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരുമാണ് നിത്യവും ഇതിലൂടെ ദുരിതയാത്ര ചെയ്തിരുന്നത്. ഇതുവഴി സർവീസ് നടത്തുന്ന 3 ബസ് സർവീസുകളും പ്രതിസന്ധിയിലായിരുന്നു. റോഡിന്റെ ശോചനീയാവസ്ഥ കാരണം ഇരുചക്രവാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴികൾ നിറഞ്ഞതോടെ ടാക്സി വാഹനങ്ങൾ ഈ റോഡിലൂടെ വരാൻ മടിക്കുകയാണ്. ജല അതോറിറ്റി കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കുറുകെ 24ഓളം സ്ഥലങ്ങളിലാണ് പൊളിച്ചിട്ടുള്ളത്. ഇത് പൂർവ്വസ്ഥിതിയിലാക്കാത്തതും യാത്രാക്ലേശം പ്രതിസന്ധിയിലാക്കി. റോഡ് നവീകരണത്തിന്റെ ഭാഗമായി മാസങ്ങൾക്ക് മുൻപ് ഇവിടങ്ങളിലുണ്ടാക്കിയ 2 കൽവേർട്ടും റോഡിന് 2 അടി ഉയരത്തിൽ നിൽക്കുകയും ഇരു സൈഡുകളിലും വലിയ കല്ലുകൾ ഇളകിക്കിടക്കുന്നതും യാത്രക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പൂർണ്ണമായും പൊട്ടിപ്പൊളിഞ്ഞ റോഡ് BMBC നിലവാരത്തിൽ റീടാർ ചെയ്യുന്നതിന് 3 വർഷം മുമ്പ് റർബൻ മിഷൻ പദ്ധതി പ്രകാരമാണ് തുക അനുവദിച്ചത്. മഴക്കാലത്ത് വെള്ളക്കെട്ടുണ്ടാകുന്ന 2 സ്ഥലങ്ങളിൽ കൾവേർട്ട്, അതിന് സമീപം ഭിത്തിയോടുകൂടിയ കാന, 230 മീറ്റർ നീളത്തിൽ ടാറിംഗ് പ്രവൃത്തി എന്നിവയ്ക്ക് വേണ്ടിയാണ് 1 കോടി രൂപ അനുവദിച്ചിരുന്നത്. എന്നാൽ പിന്നീട് എസ്റ്റിമേറ്റ് തുകയിൽ മാറ്റം വരുത്തിയാണ് നിലവിൽ പ്രവൃത്തികൾ ആരംഭിക്കുന്നത്. ഇതിന്റെ ഭാഗമായി മെയ് 2 മുതൽ 1 മാസ കാലയളവിൽ റോഡ് ഗതാഗതം നിരോധിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു. CCTV ന്യൂസ് പുന്നയൂർകുളം. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന അക്ഷയ തൃതീയ മഹോത്സവത്തിന് മെഗാ തിരുവാതിരക്കളിയോടെ തുടക്കമായി. ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 200ഓളം വനിതകൾ തിരുവാതിരക്കളിയിൽ അണിനിരന്നു. തുടർന്ന് മീര ശ്രീനാരായണന്റെ ഭാവപ്രവാഹ ഭരതനാട്യവും അരങ്ങേറി. അക്ഷയ തൃതീയ ദിനമായ മെയ് 10 വരെ ദിവസവും തിരുവാതിരക്കളിയും നൃത്തനൃത്യങ്ങളും പ്രസാദ ഊട്ടും ഉണ്ടാകും. അക്ഷയ തൃതീയയ്ക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ്
ഘോഷയാത്രയും ദേവസഹോദര സംഗമവും ഉണ്ടാകും. ഗുരുവായൂർ ദേവസ്വവും ക്ഷേത്രക്ഷേമ സമിതിയും സംയുക്തമായാണ് ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഭാരവാഹികളായ പി പുരുഷോത്തമ പണിക്കർ, എ വി പ്രശാന്ത്, കെ ശ്രീകുമാർ, എം ഹരിദാസൻ, എം ആർ മുകുന്ദരാജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചുണ്ടൽ പഞ്ചായത്ത് പരിധിയിലെ അങ്കണവാടികളിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. കേച്ചേരി ജ്ഞാനപ്രകാശിനി യു പി സ്കൂളിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് പി ടി ജോസ് അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സുനിത ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ പോൾ, മുൻ അംഗം കെ പി വിശ്വനാഥൻ, ICDS ഓഫീസർ CJ ഷൈനി, അംഗൻവാടി കൂട്ടായ്മ ഭാരവാഹികളായ A ലില്ലി, CC ജയ എന്നിവർ സംസാരിച്ചു. സർവീസിൽ നിന്നും വിരമിക്കുന്ന തൂവാനൂർ 52 നമ്പർ അംഗൻവാടിയിൽ നിന്നുള്ള MK സുമതി ടീച്ചർ, പാറന്നൂർ 53 നമ്പർ അംഗൻവാടിയിലെ പത്മിനി ടീച്ചർ, പെരുമണ്ണ് 57 നമ്പർ അംഗൻവാടി അധ്യാപിക വത്സല ബാലൻ V എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എന്നിവർ വിരമിക്കുന്ന അധ്യാപകർക്ക് മൊമന്റോ സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെയും അങ്കണവാടി ജീവനക്കാരുടെ കൂട്ടായ്മയുടെയും ഉപഹാരങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സ്നേഹവിരുന്നോടുകൂടി ചടങ്ങിന് സമാപനമായി. CCTV ന്യൂസ്, കേച്ചേരി. വർഷങ്ങളായി സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന കാഞ്ഞിരക്കോട് കൊടുമ്പ് ചാത്തൻചിറ റോഡ് ടാറിംഗ് ആരംഭിച്ചു. നബാർഡിൽ നിന്നും 5.60 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. 3.430 കിലോമീറ്റർ നീളത്തിലും 5.5 മീറ്റർ വീതിയിലുമായി BMBC നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. പഴയ കലുങ്കുകളുടെ പുനരുദ്ധാരണം, പുതിയ കലുങ്ക് നിർമ്മാണം, കാന, ഷോൾഡർ കോൺക്രീറ്റ് എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. AC മൊയ്തീൻ MLA, എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് S വസന്തലാൽ, പഞ്ചായത്ത് അംഗം KB ബബിത എന്നിവർ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറിയായിരുന്ന CF ജെയിംസിന്റെ 3ാം ചരമവാർഷികാചരണം സംഘടിപ്പിച്ചു. രാവിലെ 7:30 തലക്കോട്ടുകരയിൽ നടന്ന പ്രഭാതഭേരിയിൽ കേച്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം TT നിക്സൺ പതാക ഉയർത്തി. ഡേവിസ് മണലി അനുസ്മരണ പ്രഭാഷണം നടത്തി. ലോക്കൽ അതിർത്തിയിലെ ബ്രാഞ്ചുകളിൽ പതാക ഉയർത്തലും പ്രഭാതഭേരിയിലും നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കിടെ തൃശൂർ റോഡിൽ ഗെയിൽ പൈപ്പ് സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ വീണുണ്ടായ അപകടത്തെ തുടർന്നായിരുന്നു ജെയിംസിന്റെ അന്ത്യം. കേരള ബാങ്ക് എക്സിക്യൂട്ടീവ് ഓഫീസറായി വിരമിച്ച അദ്ദേഹം മുഴുവൻ സമയ പൊതുപ്രവർത്തകനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, തലക്കോട്ടുകര ഗ്രാമീണ വായനശാല സെക്രട്ടറി, ആർട്ടിസാൻസ് യൂണിയൻ ഏരിയ കമ്മിറ്റി അംഗം, കർഷക സംഘം കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം, NREG യൂണിയൻ, സംയുക്ത തൊഴിലാളി യൂണിയൻ കൺവീനർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചു വരുന്നതിനിടെയായിരുന്നു ജെയിംസിന്റെ അപ്രതീക്ഷിതമായ മരണം. CCTV ന്യൂസ്, കേച്ചേരി. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മ കുടുംബ സംഗമവും സമാദരണ സദസ്സും സംഘടിപ്പിച്ചു. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു. കൂട്ടായ്മ പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ ക്ഷേത്ര അടിയന്തര പ്രവൃത്തിക്കാരായ ആറങ്ങോട്ടിരി ഭാസ്കരൻ നായർ, മനയത്ത് കൃഷ്ണകുമാർ, പുത്തില്ലത്ത് നാരായണിയമ്മ, നവതിയിലെത്തിയ ചിറ്റാട വാസുദേവൻ, വൈവാഹിക ജീവിതത്തിൽ 50 വർഷം പൂർത്തീകരിച്ച കൂട്ടായ്മ കുടുംബാംഗ ദമ്പതിമാർ എന്നിവരെ സ്നേഹാദരം നൽകി ആദരിച്ചു. കോർഡിനേറ്റർ രവി ചങ്കത്ത്, സെക്രട്ടറി അനിൽ കല്ലാറ്റ്, കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി, മൗനയോഗി ഹരിനാരായണ സ്വാമി, ബാലൻ വാരണാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൂട്ടായ്മ അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അണ്ടത്തോട് ബീച്ച് അങ്കണവാടിയിൽ 3.5 പതിറ്റാണ്ട് സേവനം ചെയ്ത ലത ടീച്ചർക്ക് CH കലാസാംസ്കാരിക സമിതി യാത്രയയപ്പ് നൽകി. VK മുഹമ്മദ് യാത്രയയപ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു. CM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. IUML പുന്നേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് AK മൊയ്തുണ്ണി പൊന്നാടയണിയിച്ചു. V മായിൻകുട്ടി ഉപഹാരം സമർപ്പിച്ചു. പഞ്ചായത്ത് മെമ്പർ KH ആബിദ്, മുസ്ലിം ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി KH റാഫി, അഷ്റഫ് ചോലയിൽ, V ഹുസൈൻ, PS മുസ്തഫ, K നൂറുദ്ദീൻ, TU റംഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. വിപണി. ഡ്രസ് മെറ്റീരിയലുകളുടെ വിപുലമായ ശേഖരവുമായി കുന്നംകുളത്ത് പരാഗ് ഫാഷൻ ഡിസൈൻ കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ആദം ബസാറിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയ്ക്ക് ഓപ്പോസിറ്റ് പുതിയ ബസ് സ്റ്റാൻഡിനുള്ളിലാണ് പരാഗ് ഫാഷൻ ഡിസൈനർ കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്.
സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. സ്ഥാപന ഉടമകളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കട്ടിംഗ് പീസുകൾ കോട്ടൺ പ്രിന്റ്, ഷിഫോൺ പ്രിന്റ്, ഫാൻസി നെറ്റ്വർക്ക്, മാച്ചിംഗ് ഷാൾ, ഫാൻസി ലേസ്, ഇറ്റാലിയൻ സിൽക്ക്, ജപ്പാൻ ക്രീപ്പ്, റിയോൺ കോട്ടൺ, ബാംഗ്ലൂർ സിൽക്ക്, ജോർജറ്റ് ഷിഫോൺ, കംബ്രിക് കോട്ടൺ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ വിലാസം: പരാഗ് ഫാഷൻ ഡിസൈനർ കളക്ഷൻ, ഇൻസൈഡ് ന്യൂ ബസ് സ്റ്റാൻഡ്, ഓപ്പോസിറ്റ് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, ആദം ബസാർ, കുന്നംകുളം. ഫോൺ 9398605618, 8982039935. പുന്നൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ 3 മാസത്തിലേറെയായി നടത്തിവന്നിരുന്ന കളംപാട്ട് നാട്ടുതാലത്തോടെ സമാപിച്ചു. ചൊവ്വാഴ്ച രാവിലെ 5:30 ഗണപതി ഹോമം, 8 അയ്യപ്പന് വിശേഷാൽ പൂജ, വൈകിട്ട് 4 ആലംകോട് മണികണ്ഠൻ നയിച്ച മേളപ്പൊലിമയിൽ ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് പറവെപ്പ്, ദീപാരാധന, ദേശവാസികളുടെ താലപ്പൊലിയും ഉണ്ടായി. ബുധനാഴ്ച പുലർച്ചെ 3 മണിക്ക് കൊടിയും കൂറയും ഇറക്കിയതോടെ കളംപാട്ടിന് സമാപനമായി. ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. വിപണി: മറ്റം കണ്ടിയൂരിൽ ടോണി സൂപ്പർ ഷോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചു. വീട്ടിലേക്ക് ആവശ്യമായ അവശ്യ സാധനങ്ങളുടെ ശേഖരവുമായാണ് മറ്റം കണ്ടിയൂരിൽ ടോണി സൂപ്പർ ഷോപ്പിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം സ്ഥാപന ഉടമ ടോണി ചുങ്കത്ത് നിർവഹിച്ചു. സ്ഥാപന ഉടമയിൽ നിന്ന് ആദ്യ വിൽപ്പന കണ്ടാണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജയൻ, വാർഡ് മെമ്പർ സബീന എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ചടങ്ങിൽ മെമ്പർ അസീസ്, സ്ഥാപന ഉടമ, കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗ്രോസറി, സ്റ്റേഷനറി, വെജിറ്റബിൾസ് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ്. ഗുണമേന്മയുള്ള അവശ്യ സാധനങ്ങളാണ് ഒരു കുടക്കീഴിൽ ഒരുക്കിയിട്ടുള്ളത്. ടോണി സൂപ്പർ ഷോപ്പി, മറ്റം. ഞമനങ്ങാട് ബോധിധർമ്മ അക്കാദമിയിൽ തൃശൂർ ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടെ നടത്തുന്ന മധ്യവേനൽ അവധി കളരിപ്പയറ്റ് കരാത്തെ ക്ലാസുകളുടെ ഉദ്ഘാടനം വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീൽ NMK നിർവഹിച്ചു. വാർഡംഗം സരിത ഷാജി അധ്യക്ഷയായി. ചടങ്ങിൽ ഡെറാഡൂണിൽ വെച്ച് നടക്കുന്ന നാഷണൽ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന ബോധിധർമ്മ അക്കാദമിയിലെ വിദ്യാർത്ഥികളായ ദുർഗാലക്ഷ്മി, PU ഷഹീൻ എന്നിവർക്ക് യാത്രയയപ്പ് നൽകി. ഏഷ്യൻ കരാത്തെ റഫറിയും കരാത്തെ അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ മധു വിശ്വനാഥ് മുഖ്യാതിഥിയായി. ബോധിധർമ്മ ഡയറക്ടർ അഡ്വക്കേറ്റ് ഷിഹാൻ മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. TS സജീഷ്, PU ഷഹീൻ, സെൻസായ് ദിവാകരൻ, അക്കാദമി ഭാരവാഹികൾ, വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6540 രൂപ, പവന് 52,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 86 രൂപ. ചരമം: ഗുരുവായൂർ പൂക്കോട് പരേതനായ എടക്കളത്തൂർ ജോസ് ഭാര്യ റോസിലി നിര്യാതയായി. 73 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച 3 മണിക്ക് കോട്ടപ്പടി സെന്റ് ലാസേഴ്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. അജിമോൻ, നിജി, ജിജി എന്നിവർ മക്കളാണ്. തലക്കോട്ടുകര ഞാലിക്കര കുറ്റിക്കാട്ട് ചാക്കുണ്ണി ലാസർ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം വ്യാഴാഴ്ച രാവിലെ 10 മണിക്ക് സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ്
പള്ളിയിൽ നടക്കും. ലൈജു, ജോയ്, ബിജു എന്നിവർ മക്കളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. തിരുമിറ്റക്കോട് പഞ്ചായത്തിൽ പൂവാറ്റിക്കുന്നിലെ മണ്ണെടുപ്പ് കേന്ദ്രത്തിൽ നിന്ന് കൂറ്റൻ പാറകൾ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് ഉരുണ്ടു വീണു. വലിയ ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാർ മണ്ണെടുപ്പ് നിർത്തിവെപ്പിച്ചു. വെള്ളാറ്റഞ്ഞൂരിൽ കിണറ്റിൽ വീണ ഗൃഹനാഥയെ രക്ഷിക്കാൻ ഇറങ്ങിയവർ ശ്വാസം കിട്ടാതെ കിണറ്റിൽ കുടുങ്ങി. അവശരായ 3 പേരെയും നാട്ടുകാർ എത്തി പുറത്തെത്തിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മൂവരും അപകടനില തരണം ചെയ്തു. തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഓർമ്മിപ്പിച്ച് മെയ് ദിനം. വിവിധ തൊഴിൽ സംഘടനകളുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി വ്യത്യസ്ത സംഭവങ്ങളിൽ 2 പേരെ എക്സൈസ് സംഘം പിടികൂടി. ഇഞ്ചിക്കുന്ന് കണ്ടംപുള്ളി മോഹനൻ, കുറുമാൽ ചല്ലിയിൽ പ്രജീഷ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.